ഓണത്തിന് വേണ്ടിയിട്ട് ഒരു മോഡൽ ചെയ്യണം. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഷോപ്പിലെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ എടുത്തു വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് എടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഓൺലൈൻ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ക്ലീൻ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഓണത്തിന് വേണ്ടിയിട്ട് ഒരു മോഡൽ ചെയ്യണം. അപ്പൊ ഞാൻ മെറ്റീരിയലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ഷോപ്പിലെ വിശേഷങ്ങളൊക്കെ നമ്മളുടെ ഡ്രസ്സും അപ്പോൾ ഇത് എത്രത്തോളം ഇന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഈ ഒരു ഡ്രസ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്പൊ നമ്മളുടെ മെറ്റീരിയൽ ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ഡിസൈൻ അടുപ്പിച്ച് വരുന്നുണ്ട്. എന്റെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. യോക്കിൽ നമുക്കൊരു ഫ്ലവർ ഡിസൈൻ എന്തെങ്കിലും കൊടുത്തിട്ട് താഴേക്ക് നിറയെ ഫ്രില്ല് വരുന്ന ഒരു ഡ്രസ്സായിരുന്നു മൈൻഡിൽ. അപ്പൊ ഞാൻ ഇവിടെ യോക്കൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു താമരയാണ് കേട്ടോ വരച്ചെടുക്കുന്നത് യോക്കിലേക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. ഹാൻഡ്വർക്കൊക്കെ വരുന്ന ഡ്രസ്സുകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് കാഷ്വൽസും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡിസ്കഷനും പ്ലാനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോസിലൂടെ തന്നെ ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ കഴിഞ്ഞ ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോക്ക് ഒരുപാട് എൻക്വയറീസും മെസ്സേജും ഒക്കെ വന്നിരുന്നു കേട്ടോ. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റയിലെ പേജ് ആരെങ്കിലും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാട്ടോ. അപ്പൊ അതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. കുറേ നല്ല മോഡൽസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ ബാക്കി വിശേഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇവിടെ കറണ്ട് ഒക്കെ പോയിട്ട് ഫോണില് ചാർജ് ഇല്ലാത്തതുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ചെയ്തതിന്റെ ആ ഒരു ബാക്കി വിശേഷങ്ങളും നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പണികളും അങ്ങനെ കാര്യമായിട്ടൊന്നും ഇന്നലെ നടന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ ചെയ്തതിന്റെ ഇതാണ് കേട്ടോ. നമ്മള് ഒരു താമര ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. യോഗ് പോർഷനിലേക്ക് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫ്ലവർ ഡിസൈൻ കൊടുക്കാന്ന് വിചാരിച്ച അങ്ങനെ ഒരു താമരയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലമൊക്കെ തൊട്ടിട്ട് ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ഫ്ലവർ ഡിസൈൻ ഒക്കെ വരുന്നത്. അപ്പൊ യോക്കിലേക്കാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു താമരയാണ് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ഹാങ്ങിങ്സും കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലായിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം. ഇത് പിറ്റേന്നത്തെ വിശേഷമാണ് കേട്ടോ. കറണ്ട് പോയതുകൊണ്ട് അന്ന് എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മുടെ വർക്കും അങ്ങനെ കാര്യമായിട്ടൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഇവരെന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇക്കാക്കുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ സാക്കിനെയും കൂട്ടിയിട്ട് വരാറുണ്ട് കടയിലേക്ക്. നമ്മുടെ വീഡിയോ ഷോപ്പ് നമ്മൾ ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളൊരു സ്റ്റീം അയണർ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് ആള് പറഞ്ഞു തരാണ്. ആദ്യം ഇതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ പരിചയക്കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിൽ ഈ ഒരു അയൺ മെഷീൻ വേണമായിരുന്നു കേട്ടോ. നമ്മൾ താഴേക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇത് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാണ് കേട്ടോ. ആളും സാക്കി ഇപ്പൊ തന്നെ പോവും. അപ്പൊ എനിക്ക് പറഞ്ഞൊക്കെ തന്നിട്ട് പോവാണ് കേട്ടോ. ഒറ്റക്ക് പ്ലീറ്റ് ഒക്കെ ഇട്ട് അയൺ ചെയ്തെടുക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. ഒന്നാമത്തെ കാര്യം നമുക്ക് കട്ടിങ് ടേബിൾ ഇല്ല. ഞാൻ വീഡിയോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചെറിയൊരു ടേബിൾ ആണ് കേട്ടോ. അത് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ഞാൻ വേറെ ഒന്നും ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് നിലത്തൊക്കെ ഇട്ട് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ ചെയ്തെടുത്തു കേട്ടോ. കുറെ ടൈം എടുത്തു കേട്ടോ എനിക്ക് പ്ലീറ്റ്സ് ഇട്ട് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ. വലിയ പാടൊന്നുമില്ല. ചെയ്ത് കഴിഞ്ഞപ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നി. പിന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഒരു ടൈം എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യണം കേട്ടോ. നമ്മൾ ഓൺലൈൻ ത്രൂ ഓർഡർ എടുക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മൾ പണിയിലായതുകൊണ്ട് ഇടയ്ക്ക് ഫോണൊന്നും എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. നമ്മൾ ഓരോ പണി ചെയ്തിട്ട് ആ ഒരു തിരക്കിൽ പെട്ടുപോകും. പിന്നെ എന്തെങ്കിലും കാര്യത്തിന് ഫോൺ എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെ മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ടാവുക. പിന്നെ അതൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ചും ഓൺലൈൻ വഴി ഓർഡർ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലേ. നമ്മളെ വിശ്വസിച്ച് അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ഓർഡർ തരുന്നതല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കൺഫേം ആയതൊക്കെ ഒന്ന്
നോട്ട് ചെയ്ത് വെക്കൂട്ടോ. കാരണം ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ ഒരു ബുക്ക് ഉണ്ട്. അതിനകത്ത് ഞാൻ കൺഫേം ആയതും ഡേറ്റും ഓർഡർ തന്ന ഡേറ്റും എന്നാ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് എഴുതി വെക്കും. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പം അതാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് എഴുതി വെക്കും. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ വർക്ക് കൂടുമ്പോൾ നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് 2 സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അവരെല്ലാ ദിവസവും വരില്ല, നമ്മൾ വർക്ക് കൂടുമ്പോൾ വിളിക്കും, അങ്ങനെ വന്ന് ചെയ്തുതരും. അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. ഞാൻ ഈ ഷോപ്പിൽ തന്നെ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും. അപ്പൊ ഞാനിപ്പോ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇപ്പൊ ഒരു ഈവനിങ് ഒക്കെ ആയി, ഷോപ്പ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ, റോട്ടിൽ കൂടെ വണ്ടി പോകുന്നതിന്റെ ഒക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം സാക്കിക്കുള്ളതാണ് കേട്ടോ. അവന്റെ ഒപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. നടക്കാറില്ല കേട്ടോ, കാരണം ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റയിൽ എൻക്വയറീസ് ഒക്കെ വരുന്നത് കൊണ്ട് ഫോണൊക്കെ എടുത്ത് അതിന്റെ പുറകെയൊക്കെ പോകേണ്ടി വരും. എന്നാലും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പൊ തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് പോവാണെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സിനെ മാത്രം നോക്കിയാൽ മതിയല്ലോ. വീട്ടിൽ ചെന്നിട്ട് വല്ല മെസ്സേജും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് ഡ്രസ്സ് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു, എന്നാലും ആ ഡ്രസ്സ് കാണാനുള്ള ഒരു കൊതി കൊണ്ടിട്ട് ഞാൻ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ആണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് ഞാൻ ഫുഡ് കൊണ്ടുവരാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ ട്രയൽ ചെയ്ത് നോക്കി ഇവിടുത്തെ കുഞ്ഞു ക്ലിപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഡ്രസ്സ് വരുന്നത്. നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ഷോർട്സിലും ഇടാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പൊ നല്ല ഫോട്ടോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ഇതുപോലത്തെ നല്ല നല്ല മോഡൽസ് ഒക്കെ നമ്മൾ ഇനിയും ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും മറക്കാണ്ട് നമ്മളുടെ പേജും അതുപോലെ തന്നെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണേ.